പൊതുവേ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ കളറ് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ ചേർത്തിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ, അതും ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിലേറെ നിങ്ങളുടെ മുടി നല്ല കറുപ്പോട് കൂടി നിൽക്കുന്നതാണ്. ഈ ഒരു ഹെയർ ഡൈയിലേക്ക് നമ്മുടെ തൊടിയിലുള്ള കുറച്ച് ഇലകളൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കൈ അളവിന് മൈലാഞ്ചി ഇലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി വളരാനും സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നെല്ലിക്കയാണ് കേട്ടോ. 2 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് നെല്ലിക്കയുടെ അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയും അതുപോലെ തന്നെ മൈലാഞ്ചി ഇലയും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇപ്പം നമ്മൾ 100% നാച്ചുറലായിട്ട് റെഡിയാക്കുന്നതുകൊണ്ടാണ് ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹെന്ന പൗഡർ ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്കൊരു ഡിക്കോഷൻ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഇനി നമുക്കൊരു 10 കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണോളം ഉലുവയാണ് കേട്ടോ വേണ്ടത്. പണ്ട് കാലം മുതലേ തന്നെ നമ്മൾ മുടിയിൽ തേക്കുന്ന എണ്ണ കാച്ചാനായിട്ട് കുരുമുളകും അതുപോലെ തന്നെ ഉലുവയും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇത് രണ്ടും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം. ഏത് ബ്രാൻഡിൻ്റെ ആയാലും മതി കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അത് നല്ല പോലെ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തിളച്ച് നമ്മളെടുത്ത ആ 1 ഗ്ലാസ് വെള്ളം വറ്റി 1/2 ഗ്ലാസ് ആകുന്നത് വരേക്കും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ഡെക്കോഷൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അരിച്ചെടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെയും കൂടെ ഒരു എസൻസ് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ മൈലാഞ്ചി ഇലയും നെല്ലിക്കയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനിക്കൂർക്കയുടെ ഇല നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല കേട്ടോ. ചിലർക്കെങ്കിലും ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീർവീക്കം ജലദോഷമൊക്കെ വരാറുണ്ടല്ലോ. അത് ഒഴിവാക്കാനായിട്ടും പനിക്കൂർക്കയുടെ ഇല നല്ലതാണ്. അതുപോലെ തന്നെ കുരുമുളകും നല്ലതാണ് കേട്ടോ. അടിക്കടിക്ക് ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ എണ്ണ കാച്ചുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കട്ടൻ കാപ്പിയുടെ ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ. ആദ്യം നമ്മൾ എടുത്ത ഇലകളൊക്കെ അരയാൻ ആവശ്യത്തിന് കുറച്ച് കട്ടൻ ചായ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ബാക്കി കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും തന്നെ തരികൾ പാടില്ല കേട്ടോ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്ത്. ഇല്ലാന്നെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പൊടിയൊക്കെ മുടിയിൽ പറ്റി പിടിച്ചിട്ട് പിന്നെ അത് കഴുകി വൃത്തിയാക്കിയെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കാനുള്ള ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലാണ്. ഒന്നും തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ളതോ കെമിക്കലായിട്ടുള്ളതോ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഹെയർ ഡൈ ഒക്കെ നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിത് സ്ഥിരമായിട്ട് ഹെയർ ഡൈ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ജ്യൂസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഒരു ചെറിയ ആണിയോ മറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത ജ്യൂസ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നീലാമരി ഉപയോഗിച്ചിട്ടില്ലല്ലോ. അതിന് പകരമായിട്ടാണ് നമ്മൾ കാത്താ പൗഡർ ഉപയോഗിക്കുന്നത്. കാത്താ പൗഡർ ഉപയോഗിച്ച് നിങ്ങൾ ഹെയർ ഡൈ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് കറുത്ത് കിട്ടും. മാത്രമല്ല നല്ല സിൽക്കി സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പാർലറിലൊക്കെ പോയി ഹെയർ ഡൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ മുടി കിട്ടുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുടി കിട്ടും. കാത്താ പൗഡർ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമ്മുടെ ഒരു ഹെയർ ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവാകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൈലാഞ്ചി ഇലയും അതുപോലെ തന്നെ നെല്ലിക്കയും നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി ഒരു ഹെയർ ഡൈയുടെ കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഈ ഒരു ചീനച്ചട്ടിയുടെ ചൂടിലിരുന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടും കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു 8 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു ഹെയർ ഡൈയുടെ കളറൊക്കെ മാറി നല്ല കറുപ്പ് കളറിൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ തുറന്ന് നോക്കുന്നതാണ് കേട്ടോ. നല്ല പോലെ ഹെയർ ഡൈയുടെ ആ ഒരു കറുപ്പ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഒട്ടും തന്നെ എണ്ണമെഴുക്കില്ലാത്ത മുടിയിലേക്ക്
മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മുടിയിൽ വെച്ചിട്ട് നല്ലതുപോലെ കഴുകിക്കളയണം. ഷാമ്പു ഒന്നും ഉപയോഗിച്ച് കഴുകിക്കളയരുത് കേട്ടോ. നാച്ചുറലായിട്ടുള്ള താളി എന്തെങ്കിലും ഉപയോഗിച്ച് വേണം കഴുകിക്കളയാനായിട്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് മാസത്തിൽ നിങ്ങൾ 4 പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും. മുടിയായാലും സൗന്ദര്യമായാലും നമ്മൾ പുറമേ നിന്ന് ചെയ്യുന്നതിനേക്കാളേറെ ഉള്ളിൽ കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത്. ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്ന, മുടി വളരാനൊക്കെ സഹായിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജ്യൂസ് കൂടി ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരാഴ്ച വരെ അല്ലെങ്കിൽ 1 മാസം വരെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ 2 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര്, ഒട്ടും തന്നെ പുളിപ്പില്ലാത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ല പോലെ ഒന്ന് അരിച്ചെടുത്ത് നിങ്ങൾ കുടിച്ചു നോക്കും. നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മുടിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ സ്കിന്നിനും ഉണ്ടാവും. മുടി നല്ല പോലെ വളരാനേ അതുപോലെ തന്നെ അകാല നിര ഒഴിവാക്കാനൊക്കെ ഈ ഒരു ജ്യൂസ് സഹായിക്കും കേട്ടോ. ഞാനും മോളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജ്യൂസാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നെല്ലിക്കയൊക്കെ ജ്യൂസായിട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ കഴിക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജ്യൂസും അതുപോലെ തന്നെ ഹെയർ ഡേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.